അറിയോ? ആ അടിമകളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. പഠിക്കണം ചെറുപ്പക്കാരാ, ആരാ അബൂ ഉബൈദ എന്നറിയോ? ആരാ അബൂ ഉബൈദ എന്നറിയോ? പടച്ചവനെ, ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ് അബൂ ഉബൈദ ഉള്ളത്. പക്ഷേ തന്റെ പ്രിയപ്പെട്ട പിതാവ് ജറാഹു ശത്രുവിന്റെ ഭാഗത്താ. പടച്ചവനെ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ബദറിന്റെ രണാങ്കണത്തിലൂടെ യുദ്ധം നടക്കുമ്പോ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. എന്തിനാണ് ഒളിച്ച് നടക്കുന്നതെന്നറിയോ? എതിർഭാഗത്ത് നിൽക്കുന്നത് പിതാവാണ്, ശത്രുവിന്റെ ഭാഗത്ത് നിൽക്കുന്നത് പിതാവാണ്. വാപ്പയും മകനും കൂടെ പരസ്പരം യുദ്ധം ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഉബൈദ എന്ന് പറയുന്ന തന്റെ പൊന്നാര മകൻ ഇങ്ങനെ പതുങ്ങി വാപ്പയുടെ മുമ്പിൽ പെടാതെ, വാപ്പ കാണാതെ ഒളിച്ചിങ്ങനെ നടക്കുകയാണ്. പക്ഷേ ജറാഹ് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, മകനെ തിരഞ്ഞു നടക്കുകയാണ്. വേറെ ഒരു ശത്രുവിനെയും വേണ്ട, ബദറിൽ പങ്കെടുക്കുന്ന വേറെ ഒരാളെയും നോക്കുന്നില്ല. തന്റെ പൊന്നാര മകനെ തിരഞ്ഞു നടക്കുകയാണ്. വാപ്പ മകനെ തിരഞ്ഞു നടക്കുമ്പോ മകന് വാപ്പയെ കാണാതെ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. അങ്ങനെ അവസാനം അതാ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ പിതാവ് കടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനെ കാണുകയാണ്. ഉറയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് അവിടെന്ന് വിളിക്കുന്ന ഉബൈദ അവിടെന്ന് വിളിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്ന, വാടാ മുഹമ്മദേ, നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാ അവന് സ്വർഗത്തിലാണെന്നല്ലേ പറയുന്നത്? അവനെ ഇറക്കി വിട് മുഹമ്മദ്, അവനെ ഇറക്കി വിട് മുഹമ്മദ്. എന്റെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. പടച്ചവനെ, തന്റെ പൊന്നാര മകന്റെ ദേഷ്യം പിടിപ്പിക്കാറ്, തന്റെ പൊന്നാര മകന്റെ രക്തം തിളപ്പിക്കാറ് പിതാവ് അവിടെ നിന്നുകൊണ്ട് തന്റെ പൊന്നാര മകനെ ഒരുപാട് ചീത്ത പറയുകയാണ്. പക്ഷേ പൊന്നുമോന് മിണ്ടുന്നില്ല. വാപ്പയല്ലേ പറയുന്നത്, വാപ്പയല്ലേ പറയുന്നത്. മിണ്ടാതെ നിന്ന് കേൾക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങാതെ വന്നപ്പോ ജറാഹ് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, ഏത് ചെറുപ്പക്കാരന്റെയും രക്തം തിളയ്ക്കുന്ന കാര്യമാണ് സ്വന്തം മാതാവിനെ കുറിച്ച് പറയുന്നത്, സ്വന്തം ഉമ്മയെ കുറിച്ച് പറയുന്നത്. ഉമ്മാനെ ചീത്ത വിളിക്കാൻ തുടങ്ങി, ഉമ്മയെ ചീത്ത വിളിക്കാൻ തുടങ്ങി. പടച്ചവനെ, അബൂ ഉബൈദ ചിന്തിക്കുന്നു, അല്ലാ, എന്റെ ഉമ്മയാണ്, ആ പറയുന്ന മനുഷ്യന്റെ ഭാര്യയാണ്, പറഞ്ഞുകൊള്ളട്ടെ തമ്പുരാനെ. വാപ്പ ഉമ്മയെ കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ. മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നെയും പടച്ചവന്, നീ പിഴച്ചുണ്ടായവനാടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനോട് ചീത്ത പറയുകയാണ്. എന്തെല്ലാം പറഞ്ഞിട്ടും ആ സ്വഹാബി അനങ്ങുന്നില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങുന്നില്ല. അവസാനം ആ പിതാവിനറിയാ, ഇനി എന്റെ പൊന്നുമോൻ ഇറങ്ങണമെങ്കിൽ അവനെ പറഞ്ഞു, അവന്റെ ഉമ്മയെ പറഞ്ഞു, അവൻ ജാരസന്തതിയാണെന്ന് പറഞ്ഞു, അവന് വഴിപിഴച്ചുണ്ടായതാണെന്ന് പറഞ്ഞു. എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങാതെ വന്നപ്പോ വാപ്പയ്ക്കറിയാം, ഇനി അവൻ ഇറങ്ങി വരണമെങ്കിൽ ഇനി ഒരാളെ പറഞ്ഞാലേ അവൻ ഇറങ്ങി വരൂ. അങ്ങനെ വാപ്പ ആരെ കുറിച്ചാ പറയുന്നതെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടെന്ന് മോശമായി പറയുകയാണ്. നബി തങ്ങളെ അങ്ങനെ മോശമായി പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ പറയുന്നത് കേട്ടപ്പോ അതാ തന്റെ പ്രിയപ്പെട്ട പിതാവ് പറയുന്നത് സഹിക്കുന്നില്ല. സ്വഹാബത്ത് പറയുകയാണ്, സ്വഹാബത്ത് പറയുകയാണ്, അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ഉമ്മയെ പറഞ്ഞപ്പോ, പടച്ചവനെ ചീത്ത പറഞ്ഞപ്പോ അനങ്ങാത്ത അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം പറയുന്നത്, അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നബി തങ്ങളെ പറയുന്നത് കേട്ടപ്പോ സ്വഹാബത്ത് പറയുകയാണ്, ചാടി ഇറങ്ങുകയാണ്. അല്പനേരമൊന്നും കാണുന്നില്ലടോ, അല്പനേരമൊന്നും അറിയുന്നില്ലടോ. കുറച്ച് കഴിയുമ്പോ ഇലാ ഹദറത്തി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് പോയി നിൽക്കുകയാണ് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു. അതാ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മടക്കുന്നില്ല, നബി തങ്ങൾ മിണ്ടുന്നില്ല. കാരണം പിതാവിന്റെ തലയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. പടച്ചവനെ പിതാവിന്റെ തലയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. നബി തങ്ങളൊന്നും മിണ്ടുന്നില്ല. പിതാവല്ലേ പടച്ചവന്, സ്വന്തം ഉപ്പയല്ലേ പടച്ചവന്. അങ്ങനെ അതാ സ്വന്തം പിതാവിനെ കൊല്ലാൻ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നില്ലല്ലോ പടച്ചവനെ. അങ്ങനെ പലരും പറയുന്നത് ഇസ്ലാം വളർന്നത് വളവാളുകൊണ്ടാണ്. അല്ലാഹുവിന്റെ ദീൻ പടച്ചവനെ അതാ പിതാവിന്റെ തലയെടുത്ത് ഒരു നിമിഷം നബി തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരു നിമിഷം പതറിപ്പോയടോ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലടോ. അങ്ങനെ ഉപ്പയുടെ തലയെടുത്ത് കൊണ്ടുവന്ന സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്ന് സലാം പറയുകയാണ്. നബി തങ്ങളെ തലതിരിക്കുകയാണ്. ഒരു വട്ടം പറഞ്ഞു, രണ്ട് വട്ടം പറഞ്ഞു, മൂന്ന് വട്ടം പറഞ്ഞു. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സലാം അടക്കുന്നില്ല. ആ സ്വഹാബിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വല്ലാതെ സങ്കടപ്പെടുകയാ, വല്ലാതെ പ്രയാസപ്പെടുകയാ. അങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുകയാ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അസീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആടിമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആടിമയെ സമാധാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? വാപ്പയുടെ തല വെട്ടാനല്ല, ശത്രുവിന്റെ തല മുറിക്കാനല്ല, വാളുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ വളർത്താനല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം എന്തെന്നറിയോ? കൊലപാതകം എത്ര വലിയ പാപമാണെന്നറിയോ? പടച്ചവനെ, ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാ. പിന്നെ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന് ചില അടിമകളുണ്ടോ, ആ അടിമകൾക്ക് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നത് കേട്ടാ, അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്നത് കണ്ട, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസാരമാക്കുന്നതായി കണ്ട, അവർക്ക് സഹിക്കില്ലടോ. അവര് പ്രതികരിക്കുമടോ, ചിലപ്പോ അവര് പ്രസംഗിക്കുമടോ, അവര് പലതും വിളിച്ചു പറയുമടോ. കാരണം എന്തെന്നറിയോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാനം എഴുതി വച്ചിരിക്കുകയാ. അതുകൊണ്ടാണ് പലത് കാണുമ്പോഴും പല തെറ്റുകൾ ചെയ്യുമ്പോഴും മുഖം നോക്കാതെ വിളിച്ചു പറയുന്നത്. അത് ആലിം ചെയ്താലും, അത് ഹാജിയാര് ചെയ്താലും, അത് പള്ളിയിലെ ഇമാമു ചെയ്താലും, പടച്ചവനെ അല്ലാഹുവിന്റെ ദീനിനെ മോശമാക്കുന്ന രീതിയിൽ പലതും നടക്കുന്നത് കാണുമ്പോ വിളിച്ചു പറയാറുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെയൊക്കെ വിളിച്ചു
പറയുന്നത്? അവരും മിണ്ടാതെ നടക്കുന്നല്ലോ. അവരും ആലിമീങ്ങളല്ലേ, അവരും തങ്ങന്മാരല്ലേ, അവരും സയ്യിദന്മാരല്ലേ? എന്തേ നിങ്ങൾ മിണ്ടാതെ നടക്കുന്നത്? നിങ്ങൾ മാത്രം എന്തിനാണ് വിളിച്ചു പറയുന്നത്? സഹോദരാ, ആ വിളിച്ചു പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിൽ ഈമാൻ എഴുതി വച്ചിരിക്കുകയാ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തെറ്റുകൾ കാണുമ്പോ പറയുന്നത്. അതുകൊണ്ടാണ് തെറ്റുകൾ കാണുമ്പോ പറയുന്നത്. അതാര് ചെയ്താലും പറയുമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വല്ലാത്ത കാലഘട്ടത്തിലാ ജീവിക്കുന്നത്. അനാചാരങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഈ സമുദായത്തെ ഈ അനുയായികൾ തന്നെ നാണം കെടുത്തുകയാണ്. എന്തൊക്കെ പേക്കൂത്തുകളാണ്. ഇന്ന് വിവാഹത്തിന്റെ വേദികളിൽ നടക്കുന്നത് എന്താണ്? തെറ്റുതിരുത്താൻ ആളില്ലാതെ പോകുന്നടോ. തെറ്റുതിരുത്താൻ ആളില്ലാതെ പോകുന്നടോ. ഇന്ന് നിക്കാഹൊന്നും വേണ്ടല്ലോ. ഇന്ന് നിക്കാഹൊന്നും വേണ്ടല്ലോ. പടച്ചവനെ, നിക്കാഹൊക്കെ ഏറ്റവും അവസാനം നടക്കുന്ന ഒരു ചടങ്ങായി മാറുകയാണ്. പടച്ചവനെ, അതിനു മുമ്പ് തന്നെ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു, എന്തൊക്കെ വൃത്തികേടുകൾ നടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തിരുത്താൻ ആരുമില്ലാതെ പോകുന്നടോ. തിരുത്താൻ ആരുമില്ലാതെ പോകുന്നടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് കുടുംബത്തിലും ഒരു കാരണവനുണ്ടാകും. ഏത് കുടുംബത്തിലും ഒരു കാരണവനുണ്ടാകും. ഇതുപോലെ അനാചാരങ്ങൾ നടക്കുന്ന, ആർഭാട വിവാഹങ്ങൾ നടക്കുന്ന, അല്ലാഹുവേ, പള്ളിയിൽ ഖതീബൻ ഉസ്താദന്മാരെ കൊണ്ട് നിക്കാഹ് നടത്തും, തങ്ങന്മാരെ കൊണ്ട് നിക്കാഹ് നടത്തും. എന്നിട്ട് ഓഡിറ്റോറിയത്തിന്റെ അകത്ത് നടക്കുന്ന പേക്കൂത്തുകൾ പറയാൻ കഴിയുന്നതല്ല. ആ ഉസ്താദ് പോലും സങ്കടപ്പെട്ടു പോകുന്ന, ആ നിക്കാഹ് നടത്തിയ തങ്ങൾ പോലും സങ്കടപ്പെട്ടു പോകുന്ന ദയനീയമായ അവസ്ഥയിലൂടെ ഈ സമുദായം കടന്നു പോകുമ്പോ സഹോദരാ, ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഒരാളെങ്കിലും തിരുത്താൻ കാണുമടോ. ഏത് വീട്ടിലും ഒരാളെങ്കിലും കാണുമടോ. എന്നാൽ അങ്ങനെ ഒരു കാരണവന്, ഒരു വാപ്പയോ ഒരു ഉമ്മയോ ഇന്നത്തെ വീടുകളിന്റെ അകത്തില്ലാതെ പോകുന്നു. ഇന്നത്തെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നു. പടച്ചവനെ, ഉള്ളവര് തിരുത്തുന്നില്ല. ഉള്ളവര് തിരുത്തുന്നില്ല. കാരണം പ്രായമുള്ള വാപ്പയോട് ചോദിക്കുന്നു, നിന്റെ മക്കളല്ലേ ഇത് കാണിക്കുന്നത്? നിന്റെ കൊച്ചുമക്കളല്ലേ ഇത് കാണിക്കുന്നത്? വാപ്പമാര് പറയുന്ന മറുപടി എന്തെന്നറിയോ? ഇന്ന് നിക്കാഹൊക്കെ ആർക്ക് വേണം? ഇന്ന് നിക്കാഹൊന്നുമില്ല. നിക്കാഹൊക്കെ ഏറ്റവും അവസാനമാണ് നിക്കാഹ്. എല്ലാം കഴിഞ്ഞിട്ട് അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, തങ്ങന്മാരെ കൊണ്ടുവരും, സയ്യിദന്മാരെ കൊണ്ടുവരും, ഖതീബിനെ കൊണ്ടുവന്ന് നിക്കാഹ് നടത്തും. നിക്കാഹ് നടത്തിയിട്ട് അവരെ അങ്ങോട്ട് കൈമടക്കം കൊടുത്ത് വണ്ടി കയറ്റി വിട്ടുകഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ, ദീനിനെ വളരെ മോശമാക്കുന്ന രീതിയിൽ. ഞാൻ ചോദിക്കുന്നത്, ആ തെറ്റ് കണ്ട തിരുത്താൻ ഒരാള് പോലും, ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു ഈമാൻ എഴുതി വെച്ച ഒരാള് പോലും ആ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നു. വാപ്പയോട് ചോദിച്ചാൽ പറയും, ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കില്ല. ഇന്നെല്ലാരും ചെയ്യുന്നതല്ലേ, ഇന്നെല്ലാരും കാണിക്കുന്നതല്ലേ? ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല. വാപ്പ, നിനക്കൊരു ബാധ്യതയുണ്ടല്ലോ, നീ എന്താ ചിന്തിക്കാത്തെ? കാരണവൻ എന്ന് പറഞ്ഞാൽ ആരാ? പ്രായമുള്ള ആളെന്ന് പറഞ്ഞാൽ ആരാ? പ്രായമുള്ള ആൾക്ക് അല്ലാഹു ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിന് തങ്ങളോ ആലിമോ പണ്ഡിതനോ മഹാനോ ആകണമെന്നില്ല. ഈ പ്രായമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അല്ല കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് നിനക്ക്. നമ്മുടെ കുടുംബത്തിൽ കാരണവന്മാരുണ്ടല്ലോ, ഈ ഇരിക്കണ പ്രായമുള്ള. ഞാൻ ചോദിക്കട്ടെ, പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പ്രായമുള്ളവരുടെ മുമ്പിലൂടെ മുണ്ടുമടക്കി കുത്തി നമ്മൾ നടക്കൂല. പ്രായമുള്ളവരുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കൂല. പ്രായമുള്ളവരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പ്രായമുള്ള, അത് തങ്ങളാ, പാണക്കാട്ടെ തങ്ങന്മാരാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരാണോ, ആലിമീങ്ങളാണോ? അല്ല. ചില ഉപ്പാനെ കണ്ട എഴുന്നേക്കൂടോ? അത് ഇന്നും അങ്ങനെ തന്നെ. ചിലരുടെ താടിയും തഴമ്പും അവരുടെ ഒരു ഇത് കണ്ട ചിലപ്പോ അറിയാതെ എഴുന്നേറ്റ് പോകും. ഓടിച്ചെന്ന് കൈ പിടിച്ചിട്ട് പറയും, പൊരുത്തപ്പെടണം, ദുആ ചെയ്യണം. അത് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ്. പ്രായമുള്ളവർക്ക് ഒരു സ്ഥാനമുണ്ട്. എന്താ സ്ഥാനം? വാപ്പ, തെറ്റ് തിരുത്തേണ്ട ഉത്തരവാദിത്തം ഉസ്താദിന് മാത്രമുള്ളതല്ല, നിനക്കുണ്ട്. ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ ആ തെറ്റ് തിരുത്താനുള്ള ബാധ്യത നിനക്കുണ്ട്.
നീ ചിലപ്പോ പോയിട്ട് നിന്റെ മക്കളും നിന്റെ കൊച്ചുമക്കളും കൂടെ ഉടുതുണി ഉരിഞ്ഞിട്ട് ആടുന്നത് കാണുമ്പോ പോയിട്ട് തെറ്റാന്ന് പറഞ്ഞാ നിന്നെ ചിലപ്പോ അവിടെ നാട്ടിയിറക്കും, നിന്നെ പരിഹസിക്കും. പരിഹസിക്കട്ടെ, അതങ്ങനെ തന്നെ കണ്ടാ മതി. നിന്നെ കളിയാക്കും, നിന്നെ വേദനിപ്പിക്കും, ചിലപ്പോ നിന്നെ ഒറ്റപ്പെടുത്തും. വലിയ തങ്ങൾ വന്നിരിക്ക എന്ന് പറഞ്ഞിട്ട് നിന്നെ പരിഹസിക്കും. എന്നാ നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയോ? പറയാതിരുന്ന ശിക്ഷ, പറഞ്ഞ പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ കുടുംബത്തിൽ വൃത്തികേട് നടക്കുന്ന സമയം നീ മിണ്ടാതെ ഇരുന്ന അതിന് വേറെയാ, അതിന് വലിയ ശിക്ഷയാ. എന്നാ നീ പോയിട്ട് ആ തെറ്റു തിരുത്തിയാൽ, അവര് നിന്നെ കളിയാക്കിയാലും അവരെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും നിന്റെ മക്കളുമെല്ലാം വീടിന്റെ അകത്ത് കിടന്നിട്ട് അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ പേക്കൂത്തുകൾ നടത്തുമ്പോ നീ ചെന്നിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലെ രണ്ടാമത് മൂതുമല്ലോ. ഭയങ്കര പള്ളിയുടെ ഖബർസാലിൽ നിന്ന് ഞാനും നിങ്ങളും എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നാളെ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ഈ കാണുന്ന ഈ വേദിയുടെ ചുറ്റുഭാഗത്ത് ജനങ്ങൾ വളഞ്ഞു നിൽക്കുന്നത് പോലെ അല്ലാഹുവിന്റെ സൈന്യം വളഞ്ഞു നിൽക്കുന്ന പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് കോടാനി കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ തെറ്റ് കണ്ടിട്ട് തിരുത്തിയ വാപ്പാ, തെറ്റ് കണ്ടിട്ട് തിരുത്തിയ ഉമ്മ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നബി തങ്ങൾ പറയുകയാണ്, ഹിസാബില്ലാതെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗമാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് അവസരം തരുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റ് കണ്ടാ തിരുത്തണേ, തെറ്റ് കണ്ടാ തിരുത്തണേ. മിണ്ടാതെ നടക്കരുത്, മിണ്ടാതെ നടക്കരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അത് ഹൃദയത്തിന്റെ അകത്ത് ഈമാനുള്ളവർക്കുണ്ടാകുന്ന ഒരു യോഗ്യതയാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. കൈകൊണ്ട് തടയാൻ പറ്റുന്നത് കൈകൊണ്ട് തടയണേ. ഒറ്റ തെറ്റ് കാണുകയാണ്, കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയ്, ഇല്ലെങ്കിലോ നിന്റെ നാവ് കൊണ്ട് തടയണേ, നിന്റെ നാവ് കൊണ്ട് പറയണേ. സഹോദരാ, നാവ് കൊണ്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണേ. സഹോദരാ, നീ ഒന്ന് വെറുക്കുകയെങ്കിലും ചെയ്യ്. ഇതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞ് നിനക്ക് ഇറങ്ങി പോകാമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവര്, തെറ്റ് കണ്ടാ പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? അത് എല്ലാവർക്കുമുള്ള സ്വഭാവമല്ല. അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ അല്ലാഹുവേ, ഉലൈക കതബ ബി ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ എഴുതി വച്ചിരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു യോഗ്യതയാ. അതുകൊണ്ട് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സമാധാനിപ്പിച്ച ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് ഉമർ തങ്ങൾ അവിടെന്ന് പറഞ്ഞത്, അതാണ് ഉമർ തങ്ങൾ അവിടെന്ന് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സ്വഹാബിയാരാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമാധാനിപ്പിച്ച രണ്ടാമത്തെ അടിമയാരെന്നറിയോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി, ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാണ്, ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേൾക്കുക.
ചോദിക്കുകയാണ്, നിബിതങ്ങളെ കാണാമെന്നോ? നിബിതങ്ങളുടെ ഉപദേശം കേട്ടു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, തന്റെ പൊന്നാര മകൻ മുസ്ലിമായി എന്നറിയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിന് ഇഷ്ടപ്പെട്ടില്ല. തന്റെ പൊന്നുമകനെ മതം മാറി എന്നറിയുമ്പോ ഉമ്മ ഒരുപാട് ഉപദേശിച്ചു നോക്കി. തന്റെ മതം മാറ്റാൻ, തന്റെ പൊന്നാര മകനെ പഴയ മതത്തിലേക്ക് കൊണ്ടുവരാൻ ഉമ്മ ഒരുപാട് ഉപദേശിച്ചു നോക്കി. എന്തു പറഞ്ഞിട്ടും തീരുമാനത്തിൽ മാറ്റമില്ല. എന്തു പറഞ്ഞിട്ടും തീരുമാനത്തിൽ മാറ്റമില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് വല്ലാത്ത ദേഷ്യമുള്ള ഒരു സഹോദരിയാണ്. അവർക്ക് വല്ലാത്ത ദേഷ്യമാണ്, അവർക്ക് വല്ലാത്ത വാശിയാണ്. അതുകൊണ്ട് അവിടെന്ന് പറഞ്ഞു, സഅദേ, നീ മതം മാറാതെ നിന്റെ ഉമ്മ ഇനി ഭക്ഷണം കഴിക്കൂല. നീ മതം മാറാതെ ഇനി നിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കൂല. ഇനി ഞാൻ വെള്ളം കുടിക്കൂല. മരിക്കുന്നതുവരെ ഞാൻ പട്ടിണി കിടക്കും. മരിക്കുന്നതുവരെ ഞാൻ പട്ടിണി കിടക്കും. ഞാനെങ്ങാണം മരിച്ചുപോയാ സഅദേ, എല്ലാവരും നിന്നെ വിളിക്കും ഉമ്മയെ കൊന്നവന്, ഉമ്മയെ കൊന്നവന് എന്ന് നാട്ടുകാർ മുഴുവനും നിന്നെ വിളിക്കുമടാ സഅദേ. ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി, ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ കൂടെയാണ് വീട്ടിൽ കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നബി തങ്ങളുടെ ചാരത്ത് പോകും. അവിടെ അറിവുകൾ പഠിക്കും, നിസ്കരിക്കും, വീട്ടിലേക്ക് മടങ്ങി വരും. അങ്ങനെ ഉമ്മയതാ പട്ടിണി കിടക്കുകയാണ്. ഉമ്മ അവിടെ നിന്ന് പട്ടിണി കിടക്കുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് പറയും, ഭക്ഷണം കഴിക്കുമ്മാ, വെള്ളം കുടിക്കുമ്മാ, മതം മാറാതെ ഞാൻ കഴിക്കൂല, മതം മാറാതെ ഞാൻ കുടിക്കൂല. ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി. പടച്ചവനെ, ഉമ്മ പട്ടിണി കിടക്കുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകും തോറും ഉമ്മയ്ക്ക് വല്ലാത്ത പ്രയാസമായി. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഉമ്മ സത്യാഗ്രഹത്തിലാണ് നബിയേ, ഉമ്മ പട്ടിണിയിലാണ് നബിയേ, ഉമ്മ വല്ലാത്ത വാശിയിലാ നബിയേ, എന്ത് ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ക്ഷമിക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ക്ഷമിക്ക്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവസാനം ജനങ്ങൾ പറഞ്ഞു, സഅദേ, നിന്റെ ഉമ്മ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാ. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ നിന്റെ ഉമ്മ മരിച്ചു പോകും സഅദേ. നിന്റെ ഉമ്മാന്റെ അടുക്കലൊന്ന് ചെല്ല്, നിന്റെ ഉമ്മ നിന്നെ വിളിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു ഭാഗത്ത് ഉമ്മയാണ്, മറുഭാഗത്ത് അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകനുമാണ്. റബ്ബേ, ഉമ്മാനെ വല്ലാത്ത സ്നേഹമാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഉമ്മ വാശി പിടിച്ച് കിടക്കുകയാണ്, ഉമ്മ വാശി പിടിച്ച് കിടക്കുകയാണ്. അവസാനം സഅദ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. പട്ടിണി കിടക്കുന്ന, തളർന്ന് കിടക്കുന്ന ഉമ്മാടെ ചാരത്തേക്ക് ഭക്ഷണവുമായിട്ട് കടന്നു പോവുകയാ. ഉമ്മാടെ ചാരത്ത് ചെന്നിട്ട് ഉമ്മാടെ വായിലേക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ട് പൊന്നുമകന് പറയുന്നു, കഴിക്കുമ്മാ, ഈ വെള്ളമൊന്ന് കുടിക്കുമ്മാ. ഇല്ലടാ മോനെ, മരിച്ചാലും ഞാൻ കുടിക്കൂല, നീ മതം മാറാതെ ഞാൻ കുടിക്കൂല. ഉമ്മയുടെ വാശി കണ്ടപ്പോ, ഉമ്മയുടെ വാശി കണ്ടപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മാ, നിങ്ങൾക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്കും നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ
നിങ്ങളെക്കാളും വലിയ ഇഷ്ടം അല്ലാഹുവിനോടും അവന്റെ റസൂലിനുമോടുമാണ് ഉമ്മ. മതം മാറണമെന്ന് പറഞ്ഞു പട്ടിണി കിടക്കുന്ന 9 മാസം ഗർഭവും 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവിനോട് ആ പൊന്നുമകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, നിങ്ങൾക്കും എന്നെ വല്ലാത്ത ഇഷ്ടമാ. എന്നാ നിങ്ങളെക്കാളും എനിക്കിഷ്ടം അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണ്. എന്നിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിനോട് പറഞ്ഞ ഒരു മറുപടി എന്തെന്നറിയോ? അല്ലാഹു 1000 ആയുസ് തന്നു, 1000 ആയുസ് അല്ലാഹു നിങ്ങൾക്ക് നൽകി. ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു. 1000 പ്രാവശ്യം അല്ലാഹുവിന്റെ ദീന് വിടണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ പട്ടിണി കിടന്നു മരിച്ചാൽ അല്ലാഹുവിന്റെ ദീൻ ഞാൻ വലിച്ചെറിയില്ല ഉമ്മ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറയുകയാണ്, 1000 ജന്മമുണ്ടായി, 1000 ജന്മത്തിലും ഞാൻ നിങ്ങളുടെ മകനായി, 1000 ജന്മത്തിലും നിങ്ങളുടെ മകനായി. അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ ദീന്, പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ നിങ്ങൾ ഇതുപോലെ സത്യാഗ്രഹം കടന്ന് എന്റെ മുമ്പിൽ കടന്നു മരിച്ചാലും അല്ലാഹുവിന്റെ ദീൻ ഞാൻ വലിച്ചെറിയൂല. റബ്ബേ, ഉമ്മയ്ക്ക് മനസ്സിലായി തന്റെ പൊന്നാര മകന്റെ വിശ്വാസം എന്താണെന്ന്. ആ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ആ സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയുടെ വിശ്വാസം എന്താണെന്ന് ഉമ്മയ്ക്ക് മനസ്സിലായി. ഉമ്മ പരാജയപ്പെടുകയാണ്, ഉമ്മ പരാജയപ്പെടുകയാണ്. പടച്ച റബ്ബേ, അപ്പോഴാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലായത്ത് ഇറങ്ങുകയാണ്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽമുൻ വലാ തുതിഉഹുമാ വസാഹിബുമാ ഫിദ്ദുനിയാ മഅറൂഫാ. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ പറയുന്നതനുസരിക്കണമെന്നാണ്, മാതാപിതാക്കൾ പറയുന്നതനുസരിക്കണമെന്നാണ്. പക്ഷേ ആ പറയുന്നത് അല്ലാഹുവിന്റെ ദീനിനെതിരാണോ? അല്ലാഹുവിന്റെ ദീനിനെതിരാണോ? അനുസരിക്കണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിക്കാൻ നിന്റെ വാപ്പയാണ് പറയുന്നതെങ്കിലും നിന്റെ ഉമ്മയാണ് പറയുന്നതെങ്കിലും അനുസരിക്കണ്ട എന്ന് വിശുദ്ധമായ ഖുർആൻ. അവർ ഏതു മതവിശ്വാസിയാകട്ടെ, ഉമ്മയാണ് ചെറുപ്പക്കാരാ, അവരേതു മതവിശ്വാസിയാണെങ്കിലും നീ അവരെ ആദരിക്കണേ, നീ അവരെ സ്നേഹിക്കണേ, നീ അവരെ ബഹുമാനിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? പടച്ചവനെ, വല്ലാത്ത പ്രലോഭനങ്ങൾ നടക്കും ചെറുപ്പക്കാരാ, ഭീഷണികൾ നടക്കും ചെറുപ്പക്കാരാ. പടച്ചവനെ, ചിലപ്പോ ഉമ്മയായിരിക്കും പറയുന്നത് പാപം ചെയ്യാൻ, ഒരു ചെറുപ്പക്കാരന്റെ കൂടെ പോകാൻ, ഒരു അന്യപുരുഷന്റെ കൂടെ പോകാൻ ഉമ്മയായിരിക്കും പറയുന്നത്, പാപ്പയായിരിക്കും ഒരു തെറ്റ് ചെയ്യാൻ പറയുന്നത്. അനുസരിക്കേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിനെതിരാണെങ്കിൽ, അത് പാപമാണെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ചില പെണ്ണുങ്ങൾ പറയാറുണ്ടല്ലോ, ചില ഭാര്യമാര് ഭർത്താവിനോട് പറയും, വീട് വെക്കണ്ടേ, പൈസ ഇല്ലെങ്കിൽ ലോൺ എടുക്ക്, 5 ലക്ഷം ലോൺ എടുക്ക്, 10 ലക്ഷം ലോൺ എടുക്ക്. പടച്ചവനെ, ഭാര്യ തന്നെ ഭർത്താവിനോട് പറയുകയാണ്, വേണ്ട സഹോദരാ, വേണ്ട സഹോദരാ, മോനെ, നീ അത് ആ പ്രലോഭനങ്ങളിൽ നീ വീണു പോകരുത്. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്ക്, ആര് പറഞ്ഞാലും അനുസരിക്കരുത്. നീ ചിലപ്പോ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്ത, എല്ലാവരും നിന്നെ കളിയാക്ക, എല്ലാവരും നിന്നെ കൈയൊഴിയ. എന്നാ അല്ലാഹു
നിന്നെ കൈവിടില്ലടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാര് നിന്നെ കളിയാക്കും, കൂടെ നടക്കുന്നവർ നിന്നെ ഒറ്റപ്പെടുത്തും, കുടുംബക്കാര് നിന്നെ ഒറ്റപ്പെടുത്തും. പക്ഷേ അല്ലാഹു നിന്നെ സഹായിക്കും. അല്ലാഹുവിന്റെ സഹായം നിനക്കുണ്ടാകും. പടച്ചവനെ, തന്റെ ഉമ്മ സത്യാഗ്രഹം കടന്നപ്പോ മരിക്കാൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും ആ ഉമ്മയുടെ ചാരത്ത് ചെന്നിട്ട് ഉമ്മ, എനിക്ക് വലുത് അല്ലാഹുവാ, അല്ലാഹുവിന്റെ പ്രവാചകനാ, അല്ലാഹുവിന്റെ ദീനാ, ആ ദീനാണ് എനിക്ക് വലുത് പറയാൻ ചങ്കൂറ്റം കാണിച്ചപ്പോ ആ ചെറുപ്പക്കാരനെ സമാധാനിപ്പിക്കാറ് ഏഴാകാശം കടന്ന് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നെന്ന് ചരിത്രം പറയുകയാ. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമാധാനിപ്പിച്ച അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറക്കിയ രണ്ടാമത്തെ സഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ഇനി മൂന്നാമത്തെ അടിമയാരെന്നറിയോ? പടച്ചവനെ, വേങ്ങരയിൽ വഅദ് കേൾക്കാമെന്ന ഉമ്മ. മൂന്നാമത്തതാരെന്നറിയുമോ? അതൊരു പെണ്ണാവുമ്മ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 10 ആയത്തുകളാണ് ഇറക്കിയത്. ഒരു പെണ്ണ് കരഞ്ഞപ്പോ, ഒരു പെണ്ണ് സങ്കടപ്പെട്ടപ്പോ, ഒരു പെണ്ണ് റബ്ബിനോട് ദുആ ചെയ്തപ്പോ അതാ ഖുർആനിൽ 10 ആയത്തുകളാണ് ഇറങ്ങിയത്. ആ പെണ്ണാരെന്നറിയോ? ആ പെണ്ണാരെന്നറിയുവോ? മഹദിയായ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഏതാണ് ആയിഷയുടെ ചരിത്രം അറിയുമല്ലോ? പടച്ചവനെ, സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി, ആ ബദരീങ്ങളിൽപ്പെട്ട സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, രണ്ടുപേരെയും ചേർത്ത് വെച്ചൊരു കഥ ഇറങ്ങുകയാണ്. അല്ലാഹുവേ, ആയിഷ ബീബി ജനിച്ചു, ആയിഷ ബീബി ജനിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ഖുർആനിൽ 10 ആയത്തുകളാണ് നിന്ന നിപ്പിൽ ഇറങ്ങി വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിഷ ഒന്ന് കരഞ്ഞപ്പോ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒന്ന് സങ്കടപ്പെട്ടപ്പോ ഖുർആനിൽ നിന്ന് ആയത്തിറക്കിയിട്ട് അല്ലാഹു നിരപരാധിത്വം തെളിയിച്ചു. നമുക്ക് ചരിത്രമറിയാം. മുഅ്തത്ത് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന രംഗം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണമെല്ലാം കഴിഞ്ഞു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറി. അങ്ങനെ ആണുങ്ങൾ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് പോയി. അപ്പോഴാണ് ആയിഷ മനസ്സിലാക്കുന്നത് തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് ഒട്ടകക്കട്ടിലിന്റെ പുറത്തേക്ക് തലയിട്ട് നോക്കി, നബിതങ്ങളെ കാണുന്നില്ല, സഹാബത്തിനെ കാണുന്നില്ല. അപ്പൊ ആയിഷ ബീബി വിചാരിച്ചു ഓടിച്ചെന്നെടുത്തുകൊണ്ടുവരാം. ആയിഷ ബീബി മാല തിരഞ്ഞിറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീബി വാഹനത്തിന്റെ അകത്ത് കയറുന്നത് കണ്ടത് കാരണം ഒട്ടകക്കട്ടിലെടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മുകളിൽ വെച്ചുകൊണ്ട്, ആയിഷ ബീവിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല, ചെറിയ പെൺകുട്ടിയാ, അതുകൊണ്ട് അതിനകത്തുണ്ടോ എന്നറിയില്ല, എല്ലാരും ഉണ്ടെന്നുള്ള ധാരണയിൽ അതെടുത്ത് മുകളിൽ വെച്ച് വാഹനം പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, നബിതങ്ങളെയും സ്വഹാബത്തിനെയും കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു ചെറിയ പെൺകുട്ടിയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരുന്ന് കരയാൻ തുടങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി വരുന്നത്. തന്റെ ഒട്ടകപ്പുറത്ത് ആ സഹാബി കടന്നു വരുന്നുണ്ട്. ആ സഹാബി ഏറ്റവും പുറകിൽ താമസിച്ചു വരാനുള്ള കാരണം പറയുന്നത്, കളഞ്ഞു പോകുന്ന വസ്തുക്കൾ എടുത്തുകൊണ്ടുവരാൻ, യാത്രക്കാരാണ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ടുവരാൻ നബിതങ്ങൾ ഏറ്റവും പുറകിൽ വരാൻ പറഞ്ഞ സഹാബി. ഈ സഹാബി നോക്കുമ്പോൾ ഒരു ചെറിയ പെണ്ണ് വഴിയോരത്തിരുന്ന് കരയുന്നു. ആരാരുമില്ലാത്ത വഴിയോരത്തിരുന്ന് കരയുന്നു. മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ആരാ നിങ്ങൾ? ആരാ ഇരുന്ന് കരയുന്നല്ലോ, നിങ്ങൾ ആരാ? അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ ഞാൻ.
അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സഫ്വാൻ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നാലില്ല. ആയിഷയോ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, ഉമ്മ ഈ വാഹനത്തിന്റെ മുകളിൽ കയറ്, ഉമ്മ ഈ വാഹനത്തിന്റെ മുകളിൽ കയറ്, ഞാൻ മുമ്പിൽ നടക്കാം, ഉമ്മ ഈ വാഹനത്തിൽ കയറ്. അവസാനം വേറെ വഴിയില്ലാതെ ആയിഷ ബീബി റളിയല്ലാഹു തആല വാഹനത്തിന്റെ മുകളിൽ കയറി യാത്ര തുടർന്നു. നബിതങ്ങളും സ്വഹാബത്തും ഒരുപാട് സഞ്ചരിച്ച് അവസാനം അവർ തമ്പിലേക്ക് ചെല്ലുമ്പോഴാണ് ആയിഷ ബീബി ഇല്ലെന്ന് മനസ്സിലാകുന്നത്. ഒരുപാട് സഞ്ചരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു. രാവിലെയാകുമ്പോഴാണ് ആയിഷ ഇല്ലെന്നറിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ ഭാര്യയെ കുറിച്ച് കാണാതെ വന്നപ്പോ വലിയ വിഷയമായി. എല്ലാവരും വല്ലാത്ത വിഷയം, എവിടെ പോയി ആയിഷ, വലിയ ചർച്ചയായി, എല്ലാവരും അറിഞ്ഞു. അവസാനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സഫ്വാൻ റളിയല്ലാഹു തആല നടന്നു വരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല വാഹനത്തിന്റെ മുകളിലുണ്ട്. നബിതങ്ങളുടെ മുമ്പിൽ വന്നു നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി. പക്ഷേ ആ സ്വഹാബത്തിന്റെ ഇടയിൽ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരുത്തനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, രണ്ടുപേർക്കും ചെറിയ പ്രായവാ, രാത്രി സഞ്ചരിച്ചു വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയെ കുറിച്ച് വ്യഭിചാര ആരോപണം തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നു ചരിത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേട്ടവർ വിശ്വസിക്കാൻ തുടങ്ങി. കാരണം ശത്രുക്കളല്ല പറഞ്ഞത്, നബിതങ്ങളുടെ കൂടെ പോയവരാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോയവരാ ഈ കഥ പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് പലരും വിശ്വസിച്ചു. ബക്കറ്റ് പിരിവിന് സമയമായെന്നായിരിക്കും പേപ്പർ കൊണ്ടുവരുന്ന ഫാറൂഖ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നാട് മുഴുവനും ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ആരോടും മിണ്ടാതെയായി. നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹ് തന്നെ തീരുമാനിക്കട്ടെ. നബിതങ്ങൾക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നബിതങ്ങൾ പറയുന്നുണ്ട്, വല്ലാഹി ലാ, നബിതങ്ങൾ പറയുന്നുണ്ട്, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്റെ ഭാര്യ എനിക്കറിയാം, വല്ലാഹി സത്യം എനിക്കറിയാം. ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറ. ഇന്നുവരെ നല്ലതല്ലാതെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അല്ലാഹ് തന്നെ തീരുമാനിക്കട്ടെ. നബിതങ്ങൾ മിണ്ടാതെ നടക്കാൻ തുടങ്ങി. എല്ലാരും ചർച്ചയായി, എല്ലാ സ്ഥലങ്ങളിലും ചർച്ച. ആയിഷ ബീവിക്ക് പനി പിടിച്ചു, ആഴ്ചകളോളം കടന്നു. അവസാനം ആയിഷ ഇതൊന്നും അറിയുന്നില്ല. അവസാനം നബിതങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല വീട്ടിൽ ചെന്നു. അപ്പോഴാ അറിയണേ ഈ കഥകൾ, തിരക്കഥകൾ, എന്റെ പ്രിയപ്പെട്ട സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകൾ. അവസാനം ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് വല്ലാതെ സങ്കടമായി. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, എന്റെ പൊന്നുമോള് മരിച്ചുപോയി എന്ന് ഞാൻ ഭയക്കാറുണ്ട്. ആയിഷ ബീബി ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ കരഞ്ഞു വീടിനകത്ത് കിടക്കുമ്പോ അബൂബക്കർ തങ്ങൾ ചെന്നിട്ട് കാലുകൊണ്ട് തന്റെ പൊന്നുമോളെ തട്ടി നോക്കും ജീവനുണ്ടോ എന്ന്. അത്രത്തോളം സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമോ, എത്രത്തോളം പറയാൻ പറ്റുമോ, നമ്മളൊക്കെ പറയും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഈ സംഭവം നടന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിനുവേണ്ടിയായത് പറഞ്ഞത്. ഈ ചരിത്രം ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു ഭർത്താവിനോട്, ആയിഷയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയോട് സ്വന്തം ഭാര്യ ചോദിച്ചു, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അലം തസ്മഉ, അവിടെന്ന് ചോദിക്കുന്നു മഹദി വയ്ക്കുക, ഇങ്ങനെയൊക്കെ ആയിഷാനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല. തന്റെ ഭാര്യയോട് ചോദിച്ചു, ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കണം. ആയിഷ ബീബി വ്യഭിചരിച്ചു എന്ന് എല്ലാരും പറയുന്നല്ലോ,
തെളിവുകളൊക്കെ എതിരാണല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സഹാബി തന്റെ പെണ്ണുമ്പിള്ളയെ എടുത്ത് ചോദിച്ചു, ആ ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? മഹദി പറയാ, വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല, വല്ലാഹി സത്യം ഞാൻ ഒരിക്കലും, അല്ലാഹുവാക്കട്ടെ, ഞാൻ ഒരിക്കലും വ്യഭിചരിക്കൂല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മഹാനായ സ്വഹാബിയോട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോൾ ആ സ്വഹാബിയുടെ മറുപടി എന്തെന്നറിയോ? എടോ, ഒരു വാർത്ത കേട്ടാൽ ഇങ്ങനെയായിരിക്കണം, ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞാൽ ചെയ്തോ ചെയ്തില്ലേ അതല്ല വിഷയം, ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലപാടെന്തായിരിക്കണം?